السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ് മാസത്തിൻ്റെ വളരെ പവിത്രമായ പകലുകളിലൂടെ നമുക്ക് കടന്നു പോകുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ച് ലഭിക്കുന്ന ഈ ലോകത്തെ അവസരങ്ങളിൽ നന്മ ചെയ്യാനുള്ള, സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങളിൽ വലിയൊരു അവസരമാണ്, സന്ദർഭമാണ് വിശുദ്ധമായ ഈ മാസത്തിൻ്റെ തുടക്കത്തിലെ 10 പകലുകൾ എന്നുള്ളത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ വൽ അമലു സ്സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ്. റെഡിമ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമലുകൾ ദുൽഹിജ്ജ് മാസത്തിൻ്റെ തുടക്കത്തിലെ ഈ 10 പകലുകളിലെ അമലുകളാണ്. ധാരാളം നന്മകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ്. ഇജ്തമിഉ ഫീഹാ ഉമ്മഹാത്തുൽ ഇബാദ്. വലിയ വലിയ അമലുകൾ, നോമ്പ്, സാമ്പത്തികമായ നന്മകൾ, ഹജ്ജ്, ഇതുപോലുള്ള വലിയ വലിയ നന്മകൾ ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ദുൽഹജ്ജിൻ്റെ തുടക്കത്തിലെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് മുൻഗാമികൾ ഈ ദിവസങ്ങളെ വളരെ പവിത്രമായി കാണുകയും അമലുകളിൽ മത്സരിക്കുകയും മുന്നേറുകയും ചെയ്യുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പ്രധാനപ്പെട്ട സഹാബാക്കൾ ദുൽഹജ്ജിൻ്റെ പകലുകളിൽ ധാരാളമായി തക്ബീർ ചൊല്ലുകയും വഴികളിലും കമ്പോളങ്ങളിലും വീടുകളിലും ധാരാളമായി തക്ബീർ ചൊല്ലുകയും അമലുകൾ ചെയ്യുകയും ചെയ്യുമായി. മാത്രമല്ല, ഈ 10 ദിവസത്തിലാണ് പുണ്യമായ അറഫ ദിവസം ആഗതമാകുന്നത്. അറഫ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വലിയ സമ്മാനങ്ങൾ നൽകപ്പെടുന്ന ഒരു പകലാണ്. റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികളിൽ ശ്രേഷ്ഠമായതാണെങ്കിൽ പകലുകളിൽ ശ്രേഷ്ഠമായത് ദുൽഹിജ്ജിന്റെ 10 പകലുകളാണ്. അതിലൊരു ദിവസമാണ് അറഫ ദിവസം. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു പകലാണ് അറഫയുടെ പകൽ. ഖൈറു ദുആഇ യൗമി അറഫ. ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫയുടെ ദുആയാണ്. അറഫ ദിവസം ചെയ്യുന്ന ദുആയാണ്. ആ ദിവസത്തിൽ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കാനും വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങൾക്ക് മാപ്പാക്കാനും കാരണമായി തീരും. അല്ലാഹു തആല അടിമകളുടെ മുന്നിൽ
മലക്കളുടെ മുന്നിൽ അവൻ്റെ അടിമകളെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന സമയമാണ്. അല്ലാഹു തആല വിശുദ്ധ അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടിയ ഹാജിമാരോട് അല്ലാഹു തആല അവരെ സംബോധന ചെയ്തുകൊണ്ട്, നിങ്ങളുടെ പാപങ്ങൾ മണൽത്തരികൾക്ക് തുല്യമാണെങ്കിലും നിങ്ങൾ ചെയ്തു പോയ തിന്മകൾ മഴത്തുള്ളികൾക്ക് തുല്യമാണെങ്കിലും അതെല്ലാം ഞാൻ മാപ്പാക്കിയിരിക്കുന്നു എന്നുള്ള വിളംബരം ചെയ്യുന്ന ഒരു പുണ്യ ദിവസമാണ് അറഫ ദിവസം. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു ഹജ്ജിന്റെ സമയം അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ സംബോധന ചെയ്ത് ചോദിച്ചു, ഇത്രയും ആളുകൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ പോയി ഒരു ചെറിയ ഒരു ദാന് അഥവാ ഒരു ദിർഹമിന്റെ ചെറിയൊരു ഓഹരി അത്രയും യാചിച്ചാൽ ആ മനുഷ്യൻ കൊടുക്കാതിരിക്കുമോ? കാരണം ഇത്രയും വലിയ സമൂഹമാണ് വന്നിരിക്കുന്നത്, ചോദിക്കുന്നതാകട്ടെ ഒരു ചെറിയ കാര്യവുമാണ്. ജനങ്ങൾ പറഞ്ഞില്ല, ഒരിക്കലുമില്ല, ആ മനുഷ്യൻ തീർച്ചയായും ആ ചോദിച്ചവർക്ക് അത് കൊടുക്കുക തന്നെ ചെയ്യും. കാരണം ചോദിച്ചത് ചെറിയ കാര്യമാണ്, വന്നത് വലിയൊരു സമൂഹമാണ് ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അതിനേക്കാൾ അള്ളാഹുവിന് എളുപ്പമാണ്, ചെറുതാണ് അടിമകൾക്ക് മാപ്പ് നൽകുക എന്നത്. അല്ലാഹു തആല കണക്കില്ലാതെ വാരിക്കോരി അതിന്റെ മഗ്ഫിറത്തിനെ റഹ്മത്തിനെ ചൊരിയുന്ന ദിവസമാണ് അറഫയുടെ ദിവസം. അതുകൊണ്ടാണ് ഹദീസിൽ വരുന്നത്, പിശാച് ശൈത്താൻ ഏറ്റവും അസ്വസ്ഥമാകുന്ന അവൻ അസ്വസ്ഥമാകുന്ന വെപ്രാളപ്പെടുന്ന ദിവസം അത് അറഫയുടെ പകലാണ്. ഇങ്ങനത്തെ വലിയ പുണ്യമായ ദിവസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ആഗതമാവുകയാണ്. നാം നിലകൊള്ളുന്ന ദിവസങ്ങൾ ഹജ്ജിന്റെ ആദ്യത്തെ 10 പകലുകളിലാണ്. കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ അറഫയുടെ ദിവസം ആഗതമാകും. നന്മയിൽ മുന്നേറേണ്ട, മത്സരിക്കേണ്ട സമയങ്ങളാണ്. ചില സന്ദർഭങ്ങൾ അല്ലാഹു തആല അടിമകൾക്ക് അങ്ങനെ നൽകും. ഇന്ന ലില്ലാഹി നഫഖാ. ചില സന്ദർഭങ്ങൾ അല്ലാഹു തആല ഭാഗത്ത് ചില അവസരങ്ങൾ റഹ്മത്തിന്റെ കാറ്റടിച്ച് വീശുന്ന ചില സമയങ്ങൾ ഫതഅറദു ലഹാ. നിങ്ങൾ പറഞ്ഞു, അങ്ങനത്തെ അവസരങ്ങൾ മുന്നിൽ വന്നാൽ നിങ്ങൾ അശ്രദ്ധരായി പോകരുത്, അലസന്മാരായി പോകരുത്, മടിയന്മാരായി പോകരുത്. അത് ജീവിതത്തിൽ കിട്ടുന്ന ചില ചുരുങ്ങിയ സന്ദർഭങ്ങളും അവസരങ്ങളുമാണ്. അതുകൊണ്ട് അങ്ങനത്തെ സമയങ്ങൾ വന്നാൽ നിങ്ങൾ ഉന്മേഷത്തോടെ നന്മകളിൽ മുന്നേറുകയും മത്സരിക്കുകയും ചെയ്യും. അതുപോലെ ദുൽഹജ്ജ് മാസത്തിന്റെ ഒരു അറഫ ദിവസം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് നിബിതങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജിൽ തങ്ങൾ നടത്തിയ ഒരു ഖുതുബ, ഒരു സന്ദേശം, ഒരു ഉപദേശം സഹാബത്തിനെ മുൻനിർത്തി മുഴുവൻ ഉമ്മത്തിന് ഒരു നസീഹത്ത്, അത് ഓരോ മുസ്ലിമിന്റെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ടതാണ്, മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. 23 വർഷത്തെ അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ശേഷം ഈ ലോകത്തിന് വിട പറയുന്ന സമയം മുഴുവൻ ഉമ്മത്തികൾക്കായി തങ്ങൾ നൽകിയൊരു ചുരുങ്ങിയ എന്നാൽ വളരെ ആഴത്തിലുള്ള, വളരെ അർത്ഥവത്തായ, വളരെ ഗാംഭീര്യം നിറഞ്ഞ ഒരു നസീഹത്താണ് ഹജ്ജത്തുൽ വദാഇൽ തങ്ങൾ ഉമ്മത്തിൽപ്പെടെ നമുക്ക് നൽകിയത്. അത് സ്മരിക്കുകയും ചെയ്യണം, അത് ഓർത്തെടുക്കുകയും ചെയ്യണം, നമ്മുടെ മനസ്സിൽ കുറിച്ചിടുകയും ചെയ്യണം. അന്ന് തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിമാഅകും വ അംവാലകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ഷഹ്രികും ഹാദാ ഫീ ബലദികും ഹാദാ. നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജീവൻ, ഒരു മുസ്ലിമിന്റെ രക്തം, ഒരു മുസ്ലിമിന്റെ അഭിമാനം, ഒരു മുസ്ലിമിന്റെ സമ്പത്ത് ഇതെല്ലാം ആദരിക്കപ്പെടേണ്ടതാണ്, പവിത്രമായതാണ്. ഏതുപോലെ ഈ ദിവസം പവിത്രമായതുപോലെ, ഈ മാസം പവിത്രമായതുപോലെ, ഈ നാട് പവിത്രമായതുപോലെ ഓരോ മുസ്ലിമിന്റെയും അഭിമാനം അത് പവിത്രമായതാണ്. അതിനെ ശുദ്ധമേൽപ്പിക്കാൻ പാടില്ല. ഹജ്ജത്തുൽ വദാഇൽ തങ്ങൾ നൽകിയ ഖുതുബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ട സ്ഥാനം അത് എത്ര വലുതായിരിക്കണം. തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബയെ, പവിത്രമായ ഭവനത്തെ നോക്കി തങ്ങൾ പറഞ്ഞു, മാ അത്യബ റീഹകി, ഏ കഅബയെ, നീ എത്ര പവിത്രമാണ്, നീ എത്ര ബഹുമാനിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇതേപോലെ ബഹുമാനിക്കപ്പെടേണ്ടതാണ് മുഅ്മിൻ, ഒരു മുസ്ലിം എന്നത്. ഓരോ മുസ്ലിമും കഅബയേക്കാൾ പവിത്രമായി ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു സംഘത്തെ, ഒരു സൈന്യത്തെ, സഹാബത്തിന്റെ മുസ്ലിമുകളുടെ സൈന്യത്തെ നാട്ടിലേക്ക് അയച്ചു. ആ നാട്ടിൽ അവർ യാത്ര എത്തിയ ശേഷം സഹാബാക്കൾ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി.
ആ മനുഷ്യൻ ഇവരെ കണ്ടപ്പോൾ സലാം പറഞ്ഞു. സലാം പറഞ്ഞ ശേഷം മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹം സലാം പറഞ്ഞത് നമ്മുടെ കൈകളിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. മുഹല്ലിമിനും ജുസാമ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ മേൽ കടന്നു കയറുകയും കൊല ചെയ്യുകയും ചെയ്തു. നമ്മളിത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സലാം പറഞ്ഞത്, അവൻ മുസ്ലിം അല്ല, നമ്മുടെ ശത്രുവാണ് എന്ന് തെറ്റിദ്ധരിച്ച് സലാം പറഞ്ഞ ആ മനുഷ്യരെ കൊല ചെയ്തു. സഹാബാക്കൾ തിരിച്ച് മദീനയിൽ വന്നപ്പോൾ ഇവരും പറഞ്ഞ് തങ്ങളെ കേൾപ്പിച്ചു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. തങ്ങളുടെ നിറമെല്ലാം മാറി. ഒരു മുസ്ലിമിനെ നീ കൊല ചെയ്തു. എത്രത്തോളം തങ്ങൾ ഇങ്ങനെയും പറഞ്ഞു, അല്ലാഹുവേ ഇവന് നീ പുറത്തു കൊടുക്കരുതേ. നബി തങ്ങളുടെ കാരുണ്യത്തിന്റെ നാവ് കൊണ്ട് നിങ്ങൾ പറയുകയാണ്, നീ അല്ലാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കരുത്. സഹാബാക്കൾ പറയുന്നുണ്ട് 7 ദിവസം പിന്നെ ആ മനുഷ്യൻ ജീവിച്ചിരുന്നുള്ളൂ, മരണപ്പെട്ടു. ആ മനുഷ്യനെ കൂട്ടുകാർ ഖബറടക്കി. പക്ഷെ ഭൂമി വീണ്ടും ആ മനുഷ്യന്റെ മയ്യത്തിന് ജനാസ പുറന്തള്ളി. വീണ്ടും ഖബറടക്കി, ഭൂമി പുറന്തള്ളുന്നു. പല പ്രാവശ്യമായപ്പോൾ സഹാബാക്കൾ പറയുന്നു, കല്ലുകൾ ആ മനുഷ്യന്റെ ജനാസയുടെ മുകളിൽ കയറ്റി വെച്ച് മണ്ണുകളിട്ട് മൂടി ഞങ്ങൾ മടങ്ങി വന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം നിലയിൽ ചെയ്താലും ഒരിക്കലും ഭൂമി സ്വീകരിക്കുകയില്ല. ഭൂമിയുടെ മേൽ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. തങ്ങൾ പറഞ്ഞു, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഒരു മുസ്ലിമിന്റെ സ്ഥാനം എത്രയാണെന്ന് നിങ്ങളെ ഗുണപാഠത്തിന് വേണ്ടിയാണ് അല്ലാഹു കാണിച്ചത്. ഒരു മുസ്ലിം അതെങ്ങനെയുള്ള മുസ്ലിം ആകട്ടെ, അവൻ ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. അവന്റെ അഭിമാനം വലുതാണ്, അവന്റെ ജീവൻ വലുതാണ്. ഉസാമ റളിയല്ലാഹു തആല മുഹിബ്ബ് റസൂലില്ലാഹ്, നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയാണ്. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഉസാമ ചെറുതായിരിക്കുമ്പോൾ നബി തങ്ങൾക്ക് വലിയ സ്നേഹവും ഇഷ്ടവും, എപ്പോഴും നബി തങ്ങളുടെ കൂടെ സന്തത സഹചാരി, യാത്രയിലും എല്ലാ സമയത്തും തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്വന്തം മകനെ പോലെ നബി തങ്ങൾ വളർത്തിയൊരു കുട്ടിയാണ്. നബി തങ്ങളുടെ അടിമയുടെ മകനാണ് ഉസാമ. ഒരു പ്രാവശ്യം വീട്ടിൽ ഓടി നടക്കുന്നതിനിടയിൽ ഉസാമ മറിഞ്ഞു വീണു, നെറ്റി പൊട്ടി രക്തമൊലിക്കുന്നു. എന്നോട് ആയിഷ റളിയല്ലാഹു പറയുന്നു, എന്നോട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഉസാമയെ എടുത്ത് വൃത്തിയാക്കി, രക്തമൊലിക്കുന്ന ഉസാമയെ എടുത്ത് വൃത്തിയാക്കി. ആയിഷ റളിയല്ലാഹു പറയുന്നു, കറുത്ത വിരൂപനായ അടിമയുടെ മകനായ ഉസാമയെ കണ്ടപ്പോൾ എനിക്ക് അല്പം അകൽച്ച തോന്നി. ഞാൻ പെട്ടെന്ന് അങ്ങ് തയ്യാറായില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു, അടുത്തു വന്നു, ഉസാമയെ എടുത്ത് സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കിയെന്ന് മാത്രമല്ല, രക്തം ഒലിക്കുന്ന നെറ്റിയുടെ ഭാഗത്ത് നിബിതങ്ങളുടെ പരിശുദ്ധ ചുണ്ടുകൾ കൊണ്ട് ആ രക്തം ഒലിച്ച് തങ്ങൾ തുപ്പിക്കളയുകയില്ല. ഇങ്ങനെ അത്രമാത്രം നബികൾ സ്നേഹിച്ച ഹിബ്ബ് റസൂലില്ലാഹ് എന്ന് പ്രസിദ്ധമായ സഹാബി ഉസാമ റളിയല്ലാഹു തആല ഇതുപോലെ ഒരു പ്രാവശ്യം ദീനിന്റെ ജിഹാദിന്റെ വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ ഉസാമ റളിയല്ലാഹു തആല വാളിന്റെ മുന്നിൽ വന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാളിന്റെ മുന്നിൽ ആ മനുഷ്യനെത്തി. വാൾ ഉയർത്തിയപ്പോൾ ആ മനുഷ്യൻ ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി. ഉസാമ റളിയല്ലാഹു തആല ചിന്തിച്ചു, എന്റെ വാളിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യൻ കലിമ ചൊല്ലിയത്. അതുകൊണ്ട് ആ ഉസാമ റളിയല്ലാഹു തആല ആ മനുഷ്യനെ കൊല ചെയ്യപ്പെട്ടു. തിരിച്ച് മദീനയിൽ വന്നപ്പോൾ സഹാബാക്കൾ കൂട്ടുകാരെ നബി തങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസാമ നീ എന്തിനത് ചെയ്തത്? കലിമ ചൊല്ലിയ ഒരു മനുഷ്യന്റെ ജീവൻ നിനക്ക് എടുക്കാൻ എന്ത് അവകാശമുണ്ട്? ഒരു മുസ്ലിം കലിമ ചൊല്ലിയ ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, നബിയെ എന്റെ വാളിന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. തങ്ങൾ ചോദിച്ചു, നീ ആ മനുഷ്യന്റെ ഹൃദയം പിളർത്തി നോക്കിയോ? ഇവൻ എന്തിനാണ് കലിമ പറഞ്ഞത്? രക്ഷപ്പെടാൻ വേണ്ടിയാണോ അതല്ല മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിനാണോ? നീ ഹൃദയം തുറന്നു നോക്കിയോ? തങ്ങൾ ദേഷ്യപ്പെടുകയുണ്ടായി. നബി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബി. പക്ഷെ ഒരു മുസ്ലിമിന്റെ സ്ഥാനം എത്രയാണ് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉസാമ റളിയല്ലാഹു തആല പറയുന്നു, നബി തങ്ങളുടെ ആ ദേഷ്യവും എന്നോടുള്ള പെരുമാറ്റവും കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ ഈ സംഭവത്തിന് ശേഷം ജനിച്ചാൽ തന്നെ മതിയായിരുന്നു. അത്രമാത്രം നബി തങ്ങൾ വെറുപ്പ് പ്രകടമാക്കുകയുണ്ടായി നബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസാമയോട്. കാരണം ഒരു മുസ്ലിമിന്റെ സ്ഥാനം നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ അഭിമാനം, ഒരു മുസ്ലിമിന്റെ സമ്പത്ത്, ഒരു മുസ്ലിമിന്റെ ജീവൻ വളരെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. നബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ ആദ്യത്തെ സന്ദേശം അതാണ്, ഇന്ന ദിമാഅകും വ അംവാലകും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ
ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഒരു മുസ്ലിമിന്റെ അഭിമാനം, ഒരു മുസ്ലിമിന്റെ സമ്പത്ത് വളരെ പവിത്രമാണ്, അത് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. പിന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഹജ്ജത്തുൽ വദാഇലെ രണ്ടാമത്തെ സന്ദേശം തഖുല്ലാഹ ഫിന്നിസാ വത്തഖുല്ലാഹ ഫിന്നിസാ. സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുക. ഫഇന്നകും അഖൽതുമുഹുന്ന ബിഅമാനാത്തില്ലാഹ്. നിങ്ങളുടെ കൈകളിൽ, നിങ്ങളുടെ കീഴിൽ കഴിഞ്ഞുകൂടുന്ന സ്ത്രീകൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ഭാര്യമാർ അല്ലാഹു അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടതാണ്. അവരോടുള്ള പെരുമാറ്റത്തിൽ, അവരുടെ കടമകളിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. ലോകത്ത് ഇന്ന് മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ഥാനമില്ല എന്ന് പറയുന്നവർ നിബിതങ്ങളുടെ അവസാനത്തെ ഖുതുബയെ ഒന്ന് ചെവി തുറന്ന് കേൾക്കേണ്ടതാണ്. ലോകത്ത് വിട പറയായ അവസാന ഘട്ടത്തിൽ നിബിതങ്ങൾ നടത്തിയ വളരെ ഗൗരവമുള്ള സന്ദേശം, അതിൽ നിബിതങ്ങൾ ഭർത്താവിന്റെ കടമയെക്കുറിച്ചല്ല പറഞ്ഞത്, അത് ഞങ്ങൾ പറഞ്ഞത് ഭാര്യയുടെ കടമയെക്കുറിച്ചാണ്. തഖുല്ലാഹ ഫിന്നിസാ. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, അവരുടെ കടമകളെ പൂർത്തീകരിക്കണം. ഇസ്ലാം എത്ര വലിയ സ്ഥാനമാണ് ഒരു സ്ത്രീക്ക് നൽകുന്നത്, നിബിതങ്ങൾ എത്ര വലിയ മഹത്വമാണ് നൽകുന്നത്. ഒന്നെങ്കിൽ ഒരു സ്ത്രീ മകളായിരിക്കും. നിബിതങ്ങൾ പറഞ്ഞു, 2 പെൺമക്കളെ ഒരു വാപ്പ വളർത്തി വിവാഹം കഴിച്ചയച്ചാൽ ആ വാപ്പ സ്വർഗത്തിലാണ്. ഒന്നുകിൽ ഒരു സ്ത്രീ ഉമ്മയായിരിക്കും. നിബിതങ്ങൾ പറഞ്ഞു, ഒരു പുരുഷന്റെ സ്വർഗം ഉമ്മയുടെ കാഴ്ചവെട്ടില്ല. ഒന്നുകിൽ ഒരു സ്ത്രീ ഒരാളുടെ ഭാര്യയായിരിക്കും. നിബിതങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദീൻ പൂർത്തിയാകുന്നത് ഭാര്യയോട് നല്ല പെരുമാറണം. നിങ്ങൾ ഏറ്റവും ഖൈറായവർ, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. നിങ്ങൾ ഏറ്റവും നല്ലവർ ഭാര്യയോട് നല്ല പെരുമാറുന്നവരാണ്. ഒരു സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ്. അതുകൊണ്ട് നിബിതങ്ങളുടെ ഹജ്ജത്തുൽ വിദായിലെ പ്രധാനപ്പെട്ട സന്ദേശം, നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ സ്ത്രീകളുടെ കടമയെ പൂർത്തീകരിക്കണം. അവരോടുള്ള പെരുമാറ്റം വളരെ നല്ലതായിരിക്കണം. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല പറയുന്നു, ഒരിക്കൽ ഞാൻ ചോദിച്ചു നബിയോട്, നബി, ഒരു സ്ത്രീ, അവൾക്ക് 2 ഭർത്താവുണ്ട്. അഥവാ ഒരാൾ വിവാഹം കഴിച്ചു, ആ ഭർത്താവ് മരണപ്പെട്ടു പോയി. പിന്നെ മറ്റൊരാൾ വിവാഹം കഴിച്ചു. ഇങ്ങനെ ഇവ മരണപ്പെട്ടു കഴിഞ്ഞ് ഈ 3 പേരും സ്വർഗത്തിലെത്തിയാൽ, 2 ഭർത്താവും ഈ ഭാര്യയും ഈ സ്ത്രീയും ഇവർ സ്വർഗത്തിലെത്തിയാൽ ഈ സ്ത്രീയുടെ ഭർത്താവ് ആരായിരിക്കും നബിയെ? ഉമ്മു ഹബീബ റളിയല്ലാഹു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ഹബീബ, ആ സ്ത്രീയോടുള്ള കടമയിൽ ഏറ്റവും നല്ല ഭർത്താവ് ആരായിരുന്നോ, ആദ്യം വിവാഹം കഴിച്ച് മരിച്ചുപോയ ഭർത്താവ് അല്ലെങ്കിൽ 2ാമത് വിവാഹം കഴിച്ച ഭർത്താവ്, ഇവർ 2 പേരിൽ ഏത് ഭർത്താവാണ് ആ സ്ത്രീയോട് നല്ല നിലയിൽ പെരുമാറുകയും നല്ല സ്വഭാവത്തിൽ കഴിഞ്ഞുകൂടുകയും അവളുടെ ഹക്കിനെ പൂർത്തീകരിക്കുകയും ചെയ്തത്, അദ്ദേഹമായിരിക്കും നാളെ സ്വർഗത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവായിട്ടുണ്ടാവും. തങ്ങൾ പറഞ്ഞു, ഉമ്മു ഹബീബ, സൽ സ്വഭാവം ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ഖൈറിനെയും നേടിത്തരുന്നതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇണയോടുള്ള തന്റെ ഭാര്യയുള്ള കടമയെക്കുറിച്ച് നബി തങ്ങൾ അവസാന സന്ദേശം. പിന്നെ തങ്ങൾ പറഞ്ഞു, ജാഹിലിയ കാലഘട്ടം മുഴുവൻ ശീലങ്ങളും മുഴുവൻ കാര്യങ്ങളും ഞാൻ കാലിന്റെ ചുവട്ടിലേക്ക് ചവിട്ടി താറ്റുന്നു. തങ്ങൾ പറഞ്ഞു, പലിശ ജാഹിലിയ കാലഘട്ടത്തിൽ വ്യാപകമായിരുന്നു. ഇസ്ലാമോടുകൂടി അതെല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നു. ഹജ്ജത്തുൽ വിദായിലെ നബി തങ്ങളുടെ സന്ദേശമാണ് ഉമ്മത്തിനോട് പലിശയുമായുള്ള ബന്ധം അത് വളരെ കൂടുതൽ അകന്നു നിൽക്കേണ്ടതാണ്. അബ്ബാസ് റളിയല്ലാഹു നബി തങ്ങളെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല പലിശ ഹറാമാണെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ മുഴുവൻ ഉപേക്ഷിച്ചു, വലിച്ചെറിഞ്ഞു. എത്രത്തോളം മുതലടക്കം അദ്ദേഹം ഉപേക്ഷിച്ചു. പലിശ മാത്രമല്ല, തന്റെ മുതലിനെയും അദ്ദേഹം സംശയം വരുമോ എന്ന ഭയം, അത് കലരുമോ എന്ന ഭയത്താൽ തന്റെ മുതലിനെയും അദ്ദേഹം ഉപേക്ഷിക്കുകയില്ല. അള്ളാഹു ഹറാമാക്കി മുസ്ലിം ഒഴിവാക്കിയാൽ ദുനിയാവിൽ നഷ്ടപ്പെടുകയില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അബ്ബാസ് റളിയല്ലാഹു തആല പിൽക്കാലത്തുന്ന മക്കൾ, ഓരോ മക്കളും ഓരോ നാടിന്റെ ഗവർണർമാരായി. ഇത് മാത്രമല്ല, ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ 3 ഘട്ടങ്ങൾ, അമവി ഖിലാഫത്ത്, അബ്ബാസി ഖിലാഫത്ത്, ഉസ്മാനി ഖിലാഫത്ത്, 3 ഖിലാഫത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കളുടെ 500 വർഷത്തെ ഭരണം ഭൂമിയിൽ നടന്നു. അദ്ദേഹത്തിന്റെ പരമ്പരയോ ദരിദ്രാവസ്ഥയിലായില്ല. അള്ളാഹുവിന് വേണ്ടി അള്ളാഹ് ഹറാമാക്കിയത് ഒഴിവാക്കിയാൽ ദുനിയാവിൽ തന്നെ അള്ളാഹു പകരം നൽകും. അതുകൊണ്ട് താങ്കൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക സമ്പാദ്യ വിഷയത്തിൽ. നിങ്ങളുടെ സമ്പാദിക്കുന്ന പരിശുദ്ധമായിട്ടായിരിക്കണം. നിങ്ങൾ പരിശുദ്ധമായ മാർഗം മാത്രമേ സമ്പാദ്യത്തിന് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഹറാമിന്റെ ധാരാളം വഴികൾ ദുനിയാവിൽ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കപ്പെടും, നിങ്ങൾ അതിലേക്ക് വിളിക്കപ്പെടും. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം.
എന്നൊക്കെ പറയുമ്പോൾ ഇന്ന നഫ്സൻ ലൻ തമൂത് ഹത്താ തസ്തക്മില റിസ്ഖഹാ, ഒരാളും തന്റെ റിസ്ക് പൂർത്തിയാക്കാതെ ദുനിയാവിൽ നിന്ന് മരണപ്പെടുകയില്ല. ഹറാമിന്റെ വഴികൾ തിരഞ്ഞെടുത്താൽ ആ വഴിയിൽ തന്റെ ജീവിതം പൂർത്തിയാകും. ഒരാൾ ഹലാലിൽ ഉറച്ചു നിന്നാൽ ഹലാലിൽ തന്റെ ജീവിതം പൂർത്തിയാക്കാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ ഇറങ്ങി. ആ സമയത്ത് അദ്ദേഹം യാത്ര ചെയ്യുന്നതിന്റെ വാഹനം അത് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം തന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് മറ്റ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങി വന്നപ്പോൾ തന്റെ ഏൽപ്പിക്കപ്പെട്ട വാഹനം അവിടെ നിൽക്കുന്നു. അത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയെ കാണാനില്ല. അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ കുതിരയുടെ പുറത്ത് ഇരിക്കാൻ ഉപയോഗിക്കുന്ന ജീനി അത് കാണുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അത് എടുത്തുകൊണ്ടുപോയി. അദ്ദേഹം അത് വാങ്ങിക്കാൻ വേണ്ടി അടുത്തുള്ള കമ്പോളത്തിലെത്തി. കമ്പോളത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നു തന്റെ ജീനി അവിടെ തൂക്കിയിടപ്പെട്ടിരിക്കുന്നു. ആ കച്ചവടക്കാരനെ ചോദിച്ചു, ഇതാരാണ് തന്നത്, എവിടെ നിന്ന് ലഭിച്ചതാ? അപ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് തന്നതാ, അദ്ദേഹത്തിന് വാങ്ങിച്ചതാ. നിങ്ങൾ എത്ര പൈസയാണ് അതിനെ കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, 2 ദിർഹമിന് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചത്. അലി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ ധൃതി കാണിച്ചു. എനിക്കൊരു സേവനം ചെയ്തതിന് പകരം ഞാൻ 2 ദിർഹം ആ മനുഷ്യന് കൂലി കൊടുക്കാൻ ആഗ്രഹിച്ചു, ഞാൻ തീരുമാനിച്ചു, ഞാൻ അതിനുവേണ്ടി തയ്യാറായി വരികയായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ധൃതി കാണിച്ചു. ലഭിച്ചത് 2 ദിർഹം തന്നെയാണ്, ഹറാമായതിന്. ദുനിയാവിൽ അല്ലാഹു മുഖദ്ദറാക്കിയത് ലഭിക്കുകയുള്ളൂ. നാം ഹറാമിന്റെ വഴികൾ തിരഞ്ഞെടുത്തതിന്റെ പേരിൽ ദുനിയാവ് ഒരിക്കലും കൂടുതൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അജ്മിലു ഫി ത്വലബ്, നിങ്ങളുടെ സമ്പാദ്യം പരിശുദ്ധമായിരിക്കണം. വഇന്ന നഫ്സൻ ലൻ തമൂത് ഹത്താ തസ്തക്മില റിസ്ഖഹാ, ഒരാളും തന്റെ റിസ്ക് പൂർത്തിയാകാതെ ദുനിയാവിൽ മരിക്കുകയില്ല. ഹറാമ് തിരഞ്ഞെടുത്താൽ ഹറാമിലായി ചെയ്ത് തീർന്നു പോകുമെന്ന് മാത്രം. ഹലാലിൽ ഉറച്ചു നിന്നാൽ ഒരു നഷ്ടവും ദുനിയാവിൽ ഉണ്ടാവുകയില്ല. അള്ളാഹു അല്പം താമസം വന്നാലും നിനക്ക് തീരുമാനിച്ച റിസ്കിനെ മുന്നിലേക്ക് അള്ളാഹു എത്തിക്കുന്നതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തിൽ വിദാഇൽ നടത്തിയ തങ്ങളുടെ പ്രധാനപ്പെട്ട സന്ദേശം, നിങ്ങൾ പലിശയിൽ നിങ്ങൾ അകന്നു നിൽക്കണം. പിന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഹജ്ജത്തിൽ വിദാഇലെ നബി തങ്ങളുടെ അവസാന ഖുതുബയിൽ തങ്ങൾ പറഞ്ഞ വലിയ ഗൗരവമുള്ള കാര്യം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ ഒറ്റ സഹോദരന്മാരെ പോലെ പരസ്പരം സാഹോദര്യത്തോടെ ഒറ്റ സ്നേഹിതന്മാരെ പോലെ നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ കഴിയുള്ളൂ. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഉമ്മത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന്റെയും സംഘടനയും മറ്റു കാര്യങ്ങളുടെ പേരിൽ ചീത്ത വിളിക്കുകയും ഭിന്നിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മുസ്ലിം തന്റെ മുസ്ലിമായ സഹോദരനെ ചേർത്ത് പിടിക്കണം. ഒരു പക്ഷേ അവന്റെ ചിന്താഗതി വ്യത്യാസമുണ്ടാകാം, അവന്റെ രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം, അവന്റെ നാടും മറ്റു കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ തന്റെ മുസ്ലിമായ സഹോദരനെ ചേർത്ത് പിടിക്കണമെന്ന് നബി തങ്ങൾ അവസാനത്തെ ഖുതുബയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ എല്ലാവരും ഒരൊറ്റ ശരീരം പോലെ കഴിഞ്ഞുകൂടണം, ഭിന്നിച്ചു പോകരുത്, നിങ്ങളുടെ മുഴുവൻ ശക്തിയും ഇല്ലാതായി തീരും. പിന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബകും വാഹിദ് വ ഇന്ന അബാകും വാഹിദ് ലാ ഫദ്ല ലിഅറബി അലൽ അജമി വലാ ലിഅജമി അലൽ അറബി വലൽ അഹ്മർ അലൽ അസ്വദ് വലൽ അസ്വദ് അലൽ അഹ്മർ ഇന്നകും മിൻ ആദം വ ആദം മിൻ തുറാബ്. നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളിൽ അറബിക്ക് അനർബിയേക്കാൾ മഹത്വമില്ല, അറബിയേക്കാൾ മഹത്വമില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ മഹത്വമില്ല. നിങ്ങൾ എല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ സമത്വത്തോടെ കഴിഞ്ഞുകൂടണം. ആരും മറ്റുള്ളവരെക്കാൾ നാടിന്റെയോ ഭാഷയുടെയോ നിറത്തിന്റെയോ കുലത്തിന്റെയോ പേരിൽ നിങ്ങൾ മഹത്വം നടിക്കരുത്. എല്ലാവരും തുല്യരായി കഴിഞ്ഞുകൊള്ളും. നബി തങ്ങളുടെ ഹജ്ജത്തിൽ വിദായിലെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഖുറൈശികൾ അവർ പരസ്പരം പ്രൗഢി നടിക്കുമായി, ഞങ്ങൾ ഖുറൈശികളാണ്, ഉയർന്ന കുടുംബക്കാരാണ്, ഞങ്ങൾ നേതാക്കന്മാരാണ്. അല്ലാഹു തആല തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം മുസ്ലിം ഉമ്മത്തിന് ഇല്ലാതാക്കി. ഇന്ന് നമ്മൾക്കിടയിൽ എന്തെല്ലാം വ്യത്യസ്തതയാണ്. ഭാഷയുടെ പേരിൽ വേറിട്ട് കാണുന്നു, രാഷ്ട്രീയത്തിന്റെ പേരിൽ വേറിട്ട് കാണുന്നു, പലതിന്റെയും പേരിൽ, ഭാഷയുടെ പേരിൽ പലതിനെയും വേറിട്ട് കാണുന്നു. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. ഹദീസിൽ വരുന്നുണ്ട്, ഒരിക്കൽ ഹബ്ബാബ് റളിയല്ലാഹു തആല അതുപോലെ പാവപ്പെട്ട സഹാബാക്കൾ സുഹൈബ് റൂമി, ബിലാൽ റളിയല്ലാഹു അൻഹു സഹാബാക്കൾ ഇരിക്കുന്ന സംഘത്തിൽ ഖുറൈശി നേതാക്കന്മാർ വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്കെന്ത് സ്ഥാനം, നിങ്ങൾ ഈ പാവങ്ങൾ, നിങ്ങൾക്കെന്ത് സ്ഥാനം, മഹത്വവും സ്ഥാനവും ഖുറൈശികൾക്കല്ലേ എന്നെല്ലാം സംസാരിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ പറഞ്ഞ മനുഷ്യനെ വസ്ത്രത്തിൽ ചുരുട്ടി പിടിച്ച് നബി തങ്ങളുടെ മുന്നിൽ വലിച്ചു കൊണ്ടുവന്നു. നബിയെ ഇങ്ങനെയെല്ലാം ബിലാലിനെയും സുഹൈബിനെയും എല്ലാം പാവപ്പെട്ട സഹാബാക്കൾ നോക്കി ഈ ഖുറൈശിയായ മനുഷ്യൻ പറയുകയുണ്ടായി,
തങ്ങൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പരസ്പരം ഇങ്ങനെ ഭാഷയുടെയും കുലത്തിന്റെ പേരിൽ പ്രൗഢി നടിക്കുന്നത്? ഇന്ന ലഗത്തൽ അറബി ലൈസ അബാകും വലാ ഉമ്മുകും. നബി തങ്ങൾ പറഞ്ഞു, അറബി ഭാഷ സംസാരിക്കുന്നവർ അവർക്ക് പ്രത്യേകമായ മഹത്വമൊന്നുമില്ല. അറബി നിങ്ങളുടെ ഉമ്മയല്ല, വാപ്പയല്ല, നിങ്ങൾ ഒരൊറ്റ ഉമ്മത്താണ്. നബി തങ്ങൾ ഉണർത്തുകയില്ല. ഖുറൈശികൾപ്പെട്ട പ്രമാണികൾ ഒരിക്കൽ നബി തങ്ങൾക്ക് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കളുടെ കൂടെ ഇരിക്കാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്ന സമയം ഈ അടിമകളായ ബിലാലും സുഹൈബും ഈ പാവപ്പെട്ട സൽമാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകരുത്. ഇവരെല്ലാം മാറി പോവുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാവുകയും താങ്കളുടെ കൂടെ ഇരിക്കുകയും ചെയ്യാം. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇസ്ലാമിനോട് ആഗ്രഹത്തിന്റെ പേരിൽ നബി ഞങ്ങൾ സമ്മതിച്ചു. അവർ പറഞ്ഞത് പോരാ, അത് കരാർ എഴുതണം. ഞങ്ങൾ വന്നിരിക്കുന്ന സമയം ഈ പാവങ്ങളൊന്നും കൂടി ഉണ്ടാകാൻ പാടില്ല, അത് കരാറായി എഴുതിത്തരണം. നബി ഞങ്ങൾ അതും സമ്മതിച്ചു. അവരുടെ ഇസ്ലാമിന്റെ ആഗ്രഹത്തിന്റെ വിഷയത്തിൽ, ഹിദായത്ത് കിട്ടത്തിന്റെ ആഗ്രഹത്തിന്റെ പേരിൽ നബി ഞങ്ങൾ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. സഹാബി എഴുതാൻ വേണ്ടി വിളിച്ചു. ഉടനെ അല്ലാഹു തആല ആയത്തിറക്കി, വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. അവരെ താങ്കൾ ആട്ടി ഓടിക്കരുത്. താങ്കളെ കൂടെ ഇരിക്കുന്ന ഈ പാവങ്ങളായ ആളുകളെ, അവർ പക്ഷേ പാവങ്ങളായിരിക്കും, ഉയർന്ന കുടുംബക്കാരായിരിക്കുകയില്ല, അറബികളായിരിക്കുകയില്ല. അതിന്റെ പേരിൽ താങ്കൾ ആട്ടി ഓടിക്കരുത്. തങ്ങൾ ഐദാൻ പേൻ കൊണ്ടുവന്നത് തങ്ങൾ കടലാസ് അത് തങ്ങൾ വലിച്ചെറിയുകയും തങ്ങൾ അവരോട് പറയും, ഒരിക്കലും സാധിക്കുകയില്ല, വേർതിരിക്കാൻ സാധിക്കുകയില്ല, അങ്ങനെ ഒരു ഇസ്ലാമില്ല എന്ന് തങ്ങൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് വേർതിരിവില്ല. പരസ്പരം നാടിന്റെ വ്യത്യസ്തമായവരിൽ, ഭാഷ വ്യത്യസ്തമായവരിൽ വേർതിരിച്ചിട്ട് മുസ്ലിമിനെ കാണാൻ സാധിക്കുകയില്ല. അവസാനം തങ്ങൾ നൽകിയ സന്ദേശം, ഹജ്ജത്തുൽ വദാഇലെ അവസാന സന്ദേശം, ഇവിടെയുള്ള ആളുകൾ നിങ്ങൾ കിട്ടിയ ദീനിനെ, ഈ ഹൈറിനെ, ഈ ഹിദായത്തിനെ കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ അറഫയുടെ ദിവസം തങ്ങൾ വലിയ ഒരു സന്ദേശം നൽകി. അതിന് ഓരോ മുസ്ലിമിന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുകയും ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.